ഹലോ ട്രേഡേഴ്സ്. കഴിഞ്ഞ ദിവസത്തെ അനാലിസിസിൽ നമ്മൾ പറഞ്ഞിരുന്നു 23,600 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് നോക്കിയിട്ടാണ് നമ്മളത് പ്രെഡിക്റ്റ് ചെയ്തത്. അതേപോലെ ഇന്ന് മാർക്കറ്റ് കയറി വരികയും ചെയ്തു. പക്ഷേ ഞാൻ ഇന്ന് പി ആയിരുന്നു എടുത്തിരുന്നത്. പിയിലായിരുന്നു ഇന്ന് മൊമെന്റവും വോളറ്റാലിറ്റിയും ഉണ്ടായിരുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോവുമെങ്കിലും വളരെ സ്ലോയിൽ ഇന്ന് നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മുകളിലോട്ട് പോകുന്തോറും മൊമെന്റം കുറയുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഇന്ന് പിയിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തത്. ഇന്ന് മാർക്കറ്റ് 84 പോയിന്റ് ഗ്യാപ്പ് അപ്പിലായിരുന്നു ഓപ്പൺ ചെയ്തത്. എന്നിട്ട് അവിടുന്ന് മാർക്കറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവല് താഴേക്ക് വരുമെന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അവിടുന്ന് സപ്പോർട്ട് എടുത്തു. സപ്പോർട്ട് എടുത്ത ശേഷം മാർക്കറ്റ് ഒരു പി തന്നിരുന്നു. പി ഞാൻ കറക്റ്റായിട്ട് ചാർട്ടിൽ കൊടുത്തിരുന്നു 23,370 എന്നുള്ളത്. അന്നേരം മാർക്കറ്റ് 23,430 പക്ഷേ അറൗണ്ട് 100% അടുപ്പിച്ച് എനിക്ക് ഈ ഒരു റേഞ്ചിൽ ട്രേഡ് കിട്ടിയിരുന്നു, പ്രോഫിറ്റ് കിട്ടിയിരുന്നു. അത് കറക്റ്റായിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു. അടുത്തത് 23,355 ആയിരുന്നു. അത് കറക്റ്റായിട്ട് 23,355 വരെ ഇന്ന് മാർക്കറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നാളത്തേക്കുള്ള ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ ഒരു അപ് ട്രെൻഡിൽ കയറിയിട്ടില്ല. ഇപ്പോൾ ഒരു പുൾ ബാക്ക് മാത്രമാണ്. വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ട്രെൻഡിന്റെ പുൾ ബാക്ക് മാത്രമാണ്. അപ് ട്രെൻഡിലേക്ക് കയറണമെങ്കിൽ ഈ ഒരു ലെവൽ 24,300 എന്ന് പറയുന്ന ഏകദേശം 800 പോയിന്റ് മുകളിലേക്ക് മാർക്കറ്റ് വന്നിട്ട്, കൂടാതെ ഈ ഒരു റേഞ്ചിൽ ഒരു പുൾ ഡൗണും കൂടെ ഉണ്ടായ ശേഷം മാർക്കറ്റ് മുകളിലോട്ട് കയറിയെങ്കിൽ മാത്രമേ അപ് ട്രെൻഡിൽ കയറിയെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ക്ലോസിംഗ് വെച്ചിട്ട് മാർക്കറ്റ് നാളെ ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 23,900 എന്ന് പറയുന്ന ലെവലിലോ അല്ലെങ്കിൽ കൺസോളിഡേഷനിലേക്കോ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്.